എല്ലാവർക്കും മലയാളി കപ്പിൾസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബർത്ത്ഡേ പാർട്ടി സർപ്രൈസ് ആയിട്ട് നമ്മൾ കൊടുത്തില്ലായിരുന്നു ഒരു അച്ഛന് 60th ബർത്ത്ഡേ. അപ്പോൾ അതിന് ഉണ്ടാക്കിയിരിക്കുന്ന കേക്കിന്റെ റെസിപ്പിയാണ് വാനില കേക്കിന്റെ റെസിപ്പി. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് അതിൻ്റെ മിക്സിങ് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് മണൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മണലിന് പകരം ഉപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഏത് അളവിലാണോ മൈദ എടുക്കുന്നത് അതിൻ്റെ നേർപാതി അളവിൽ വേണം തൈര് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഇതിൻ്റെ 2 ഗ്ലാസ് മൈദ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് 1 ഗ്ലാസ് തൈര് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തൈരെന്ന് പറയുന്നത് ഒരുപാട് പുളിച്ചതാകാൻ പാടില്ല. ചെറിയൊരു പുളിപ്പൊക്കെ കാണാവും. ഒരു ദിവസമൊക്കെ ഇരുന്നിട്ടുള്ള തൈരൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. അപ്പം അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ഒരുപാടങ്ങ് പുളിപ്പായി പോകും കേക്കിന്. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ സെയിം അളവിൽ എത്രയാണോ തൈര് എടുത്തിരിക്കുന്നത് അതേ അളവിൽ പഞ്ചസാരയും കൂടി എടുക്കണം. പഞ്ചസാര പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ് എടുക്കേണ്ടത്. ഒരിക്കലും ഡയറക്റ്റ് പഞ്ചസാര ഇടരുത്, അത് അലിയാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് സെയിം അളവിൽ പഞ്ചസാര പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ നല്ല പോലെ മിക്സ് ചെയ്യുക. അപ്പം നമ്മൾ എത്ര അളവിലാണോ മൈദ എടുക്കുന്നത് അതിൻ്റെ നേർപകുതി അളവിലുള്ള അതായത് ഈക്വൽ അളവിൽ തൈരും പഞ്ചസാരപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഹാൻഡ് വിസ്കോ സ്പൂണോ ഫോക്കോ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ല പോലെ മിക്സ് ചെയ്യണം. അതായത് പഞ്ചസാര നല്ല പോലെ ഒന്ന് അലിഞ്ഞു വരണം. ഒരു തുള്ളി പോലും കട്ട കെട്ടാതെ നല്ല വെള്ളം പോലെയാകും. അതുവരെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമുള്ള പൊടികൾ ചേർക്കാൻ പാടുള്ളൂ. അപ്പം ആദ്യം ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ ഈ പരുവത്തിൽ വരും, അതായത് വെള്ളം പോലെ വരും. ഒട്ടും കട്ടയില്ലാതെ നല്ല വെള്ളം പോലെ വരുന്ന ഈ പരുവാകുമ്പോൾ നമുക്ക് മിക്സിങ് നിർത്താം. അതിനുശേഷം ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ എത്ര അളവിലാണോ മൈദപ്പൊടി എടുക്കുന്നത് അതിൻ്റെ 1/4 കപ്പ് അളവ്, ഞാനിവിടെ 1 ഗ്ലാസ് അളവിലല്ലായിരുന്നു തൈര് എടുത്തിരുന്നത്, അതിൻ്റെ 1/2 കപ്പ്, അതായത് മൈദയുടെ 1/4 കപ്പ് ആ അളവിൽ സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും മണമുള്ള ഒരു ഓയിലും ചേർക്കാൻ പാടില്ല. അതായത് നമുക്ക് വെളിച്ചെണ്ണയൊന്നും ഒരിക്കലും ചേർക്കരുത്. സൺഫ്ലവർ ഓയിൽ തന്നെ കഴിവൊന്നും ചേർക്കാൻ, വെജിറ്റബിൾ ഓയിൽ എന്തും ചേർക്കാം. അതിനുശേഷം നമ്മളിവിടെ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് 2 ഗ്ലാസ്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ അരിപ്പയെ കൂടെ ഇങ്ങനെ അരിച്ച് വേണം ഇറക്കാൻ. അങ്ങനെയാണെങ്കിൽ ഈവൻലി പൊടി സ്പ്രെഡ് ആവത്തുള്ളൂ, അതുമല്ല കട്ട കെട്ടാതെ ഇരിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കഴിവതും ഇങ്ങനെ തന്നെ അരിപ്പയെ കൂടെ എടുക്കാൻ നോക്കുക. വേണമെങ്കിൽ കുറച്ച് പൊടിയായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ ഒരുമിച്ചിട്ടതിന് ശേഷം ഇതുപോലെ ഒരു ഹാൻഡ് വിസ്കോ സ്പൂണോ ഫോക്കോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. പിന്നെ ഞാൻ ക്യാമറ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടെ ഇളക്കുന്നതൊന്നും കാണിച്ചു തരാത്തത്. ഇത് നിങ്ങൾക്ക് സാധാരണ അറിയാമല്ലോ, മിക്സ് ചെയ്യുന്ന പോലെ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് കട്ടിയായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പാല് ചേർക്കാം. ഒരു കാരണവശാലും വെള്ളം ചേർക്കാൻ പാടില്ല. അതുപോലെ നമ്മൾ മിക്സ് ചെയ്യുന്ന ബൗളിനകത്ത് വെള്ളത്തിൻ്റെ അംശം പാടില്ല, നല്ല ഡ്രൈ ആയിരിക്കണം. അതിനകത്തോട്ട് നമ്മളിപ്പോൾ അളവിൽ സാധനങ്ങളെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഒരു 3-4 തുള്ളി വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, വാനില കേക്കല്ലേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, അപ്പോൾ വാനില എസൻസ് മസ്റ്റാണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇച്ചിരി കട്ടിയുള്ള കൺസിസ്റ്റൻസിയാണ് നിങ്ങൾ കാണുന്നത്. ഇതിന് ശേഷമാണ് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പാലൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ചെറിയ ലൂസ് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇത് നല്ല കട്ടിയുള്ളൊരു ഫോമിലാണ്, കണ്ടില്ലേ, നല്ലപോലെ കുഴഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഫോമിൽ വരരുത്, ഇച്ചിരൂടെ ലൂസായിരിക്കണം. എന്നിട്ട് നമ്മളവിടെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു അടി കട്ടിയുള്ള ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് എണ്ണയോ ബട്ടറോ തൂവിയിട്ട് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുക. അതിനുശേഷം പൊടിയില്ലേ, നമ്മുടെ മൈദപ്പൊടി, അത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ കേക്കൊക്കെ പെട്ടെന്ന് പാത്രത്തിൽ നിന്ന് ഇളകി വരും. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്റർ നമുക്ക് ഇവിടെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബാറ്റർ നമുക്ക് അതിനകത്തോട്ട് ഇടാം. ഞാൻ പറഞ്ഞല്ലോ, ഈ കൺസിസ്റ്റൻസി നമുക്കൊന്ന് മാറ്റണം.
ഇച്ചിരി ഒരു ലൂസ് കൺസിസ്റ്റൻസി, ഇതിപ്പോൾ ഞാൻ ഈ രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ഈ കാണിക്കുന്നത്. അതപ്പോൾ ഇങ്ങനെ ഒരളവിലായിരിക്കും വരുന്നത്. ഈ ഒരളവിൽ നിങ്ങൾ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് വെള്ളമായാലും ശരിയാവത്തില്ല, എന്നാൽ ഒരുപാട് കട്ടിയാവാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾക്ക് കിട്ടണം. അപ്പം നമ്മളിതുപോലെ എടുക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ പീക്ക് പോലെ കണ്ടോ വന്നിട്ട് അങ്ങനെ വീഴുന്നൊരു പരുവം. അത് നമ്മളിപ്പോൾ പാത്രത്തിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഈ പാത്രം ഒന്ന് ഇനി നമുക്കൊന്ന് തട്ടിക്കൊടുക്കാം. തട്ടിക്കൊടുക്കുന്നത് ഇതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പൊട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്യുക. ഒരു കാരണവശാലും പാത്രത്തിലോട്ട് മിക്സിങ് മാറ്റിയതിന് ശേഷം മണ്ടയിൽ തൊടാനോ ലെവലാക്കാനോ പാടില്ല. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രം കമത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അല്ലെങ്കിൽ സ്റ്റാൻഡോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ മണ്ടയിലോട്ടാണ് നമ്മുടെ ഈ ബാറ്റർ നമ്മൾ വെക്കുന്നത്. ഇനി ഇത് നല്ല ലോ ഫ്ലെയിമിൽ, നിങ്ങളുടെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഗ്യാസിലാണെങ്കിൽ വെക്കുക, അല്ലെങ്കിൽ അടുപ്പിലാണെങ്കിൽ കനലിൽ വേവിക്കാൻ ശ്രദ്ധിക്കുക. നല്ല ചെറു തീയിൽ വേവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിനധികം സമയമൊന്നും വേണ്ട. ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്ത് കിട്ടും. ഞാനിപ്പം നമ്മളിങ്ങനെ കേക്കൊക്കെ ഒരുപാട് ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഞാൻ അധികം ഗ്യാസ് കളയാറില്ല, അടുപ്പിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ഇതൊന്ന് വേവാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതൊരിക്കലും കരിയാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കണം. അതിനായിട്ട് എപ്പോഴും ഒരു പപ്പടം കുത്തിയോ അല്ലെങ്കിൽ ഇറുക്കിലോ അങ്ങനെ പോയിന്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചെറിയ ഒബ്ജക്ട്സ് അടുത്ത് വെക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കുക. ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ തന്നെ പൊങ്ങി വന്ന് കഴിയുമ്പോൾ നിങ്ങളത് വെന്തോന്ന് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. എന്നിട്ട് നമ്മൾ ഈ പപ്പടം കുത്തി, ഇപ്പം ഞാൻ പപ്പടം കുത്തി വെച്ചാൽ നോക്കുന്നത്, അതിനെടുത്ത് നോക്കുമ്പം ആ കമ്പിയിൽ ഒരു തുള്ളി പോലും മാവ് പറ്റിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കേക്ക് അടിപൊളിയായിട്ട് വെന്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ തണുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഒരു ബേസ് എന്ന് പറയുമ്പോൾ കേക്ക് കട്ട് ചെയ്യാനും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു ബേസിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ ഈ കേക്ക് ഇതുപോലെ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അതുപോലെ നമുക്ക് ഇത് ഏകദേശം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു ബേസ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ ബേക്കറി പോയിട്ട് വാങ്ങിച്ചിട്ടുള്ളൊരു ബേസാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കേക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റിനും സ്പൂൺ കൊണ്ടോ വെള്ളം ഒന്ന് ഓടിച്ചൊന്ന് വിടുവിച്ചെടുക്കണം. അങ്ങനെ എടുത്തില്ലെങ്കിലും ജസ്റ്റ് കേക്ക് ഇളകി വരുന്ന നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും. എന്നാലും ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ പാത്രം ബേസിലോട്ട് വെച്ച് കഴിയുമ്പോൾ നമുക്ക് അതാണ്ട് കറക്റ്റായിട്ട് നമ്മുടെ കേക്ക് ബേസിലോട്ട് വന്നിട്ടുണ്ട്. ഒട്ടും കേടുപാടൊന്നും കേക്കിന് വന്നിട്ടില്ല. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ക്രീം റെഡിയാക്കാം. അപ്പം ക്രീം റെഡിയാക്കാനായിട്ട് നമ്മളിവിടെ ഫ്രഷ് ക്രീമോ ഒന്നും അല്ല യൂസ് ചെയ്യുന്നത്. ഒരു വിലയുള്ള സാധനമില്ല. 3 മുട്ടയുടെ വെള്ള മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഇതിനകത്ത് മഞ്ഞക്കരു ഒരിക്കലും യൂസ് ചെയ്യരുത്, വെള്ളക്കരു മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ 3 മുട്ടയുടെ വെള്ളക്കരു എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കേക്ക് ചെറുതായതുകൊണ്ട് ഇത്രേൻ്റെ ആവശ്യമുള്ളൂ. നമ്മളിത് 2ആയിട്ടേ കട്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് അത്രയും ക്രീമിൻ്റെ ആവശ്യമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒത്തിരി വലിയ കേക്കാണെങ്കിൽ മാത്രം മുട്ടയുടെ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എഗ് പുഡിംഗ് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെയിം സ്റ്റൈലിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ റെസിപ്പി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മേളിൽ കാർഡിലിടാം, കണ്ടു നോക്കുക. അതിനുശേഷം നമുക്കിത് അതുപോലെ മിക്സ് ചെയ്തെടുക്കണം. കേക്കിൻ്റെ പുഡിംഗ് നമ്മൾ നേരത്തെ എഗ് പുഡിംഗ് ഉണ്ടാക്കിയ പോലെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. അതിനു മുമ്പായിട്ട് ചെറിയൊരു വ്യത്യാസമുള്ളത്, നല്ല അടികട്ടിയുള്ള പാത്രത്തിൽ വെള്ളം ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മണ്ടയ്ക്ക് ഈ പാത്രം വെച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും ഈ മുട്ടയുടെ മിക്സ് ഡയറക്റ്റ് ബർണറിൻ്റെ മണ്ടയ്ക്ക് കൊണ്ട് വെക്കരുത്. അങ്ങനെയാണെങ്കിൽ മുട്ട വെന്തു പോകും. എന്നിട്ട് ഇതിൻ്റെ മിക്സിങ് ഏകദേശം ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഈ പാത്രം വെള്ളത്തിൻ്റെ മണ്ടയിൽ നിർത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പരുവം ചെറിയൊരു ബോയിലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി എല്ലാവർക്കും ഒരു സംശയം കാണും, നമ്മുടെ മുട്ടയ്ക്ക് ഇപ്പോൾ ഒരു മുട്ടയുടെ സ്മെല്ലാകുമല്ലോ ക്രീമിന്, അപ്പോൾ അത് കേക്കിനെ ബാധിക്കുമെന്നൊരു ഡൗട്ട് കാണും. അപ്പം അതിനും നമുക്ക് നല്ലൊരു ടിപ്പുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മുട്ടയുടെ സ്മെല്ല് ഒട്ടും അറിയത്തില്ല. നമുക്ക് വേണമെങ്കിൽ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ചേട്ടനെ ഏൽപ്പിക്കുകയാണ്. ഇത് വിസ്കിംഗ് പരിപാടി ഇത്തിരി കഠിനമായതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. എനിക്കത് ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനത് ആ പരിപാടി എല്ലാം ചേട്ടനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഒരു 25
മിനിറ്റൊക്കെ, ഒട്ടും വെള്ളമില്ലാത്ത പാത്രത്തിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരു 25-30 മിനിറ്റിനുള്ളിൽ അത്ര സമയം എടുക്കും നല്ലപോലെ ബീറ്റ് ചെയ്ത് പീക്ക് സൈസിൽ നമ്മുടെ ക്രീം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്. നല്ലപോലെ പതഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ കേക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടും കേടുപാട് വരാതെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം അതിൻ്റെ മണ്ടയിലോട്ട് തേക്കുവാണ്. അപ്പോൾ ഈ തേക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനിവിടെ അത് കാണിക്കാൻ വിട്ടുപോയതാണ്. നല്ല പോലെ ക്രീം പതഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം കേക്കിൻ്റെ ഓരോ പീസിൻ്റെ മണ്ടയ്ക്ക് ഷുഗർ സിറപ്പ് ചേർത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ, പഞ്ചസാരയും വെള്ളവും, പഞ്ചസാര ഇച്ചിരി കൂടിയ അളവിലും വെള്ളം അതിൻ്റെ പാതി അളവിലും എടുത്തിട്ട് സിറപ്പാക്കിയിട്ട് ജസ്റ്റ് ആ കേക്കിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതിനുശേഷമാണ് നമ്മൾ ഈ ക്രീം, ദാണ്ട് ഈ ഒരു പരുവത്തിൽ കിട്ടിയ ക്രീം അതിൻ്റെ മണ്ടയിലോട്ട് നമ്മൾ തേക്കുന്നത്. ഇത് കറക്റ്റ് മുട്ടയുടെ ക്രീമാണ്. അപ്പോൾ ഇതിന് ഒട്ടും മുട്ടയുടെ ടേസ്റ്റും വരത്തില്ല. നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. അധികം വിലയില്ല, ഭയങ്കര ലാഭമുള്ള പരിപാടിയാണ്. ഇച്ചിരി മെനക്കേടുണ്ടെന്നേ ഉള്ളൂ. അപ്പം നമുക്കിത് ലെയറായിട്ട് വെച്ച് കൊടുക്കാം. ഈ 2 പീസ് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മറ്റേ പീസിലും ഇതേപോലെ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മണ്ടയ്ക്ക് ക്രീം തേച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് നമുക്ക് എത്ര അളവിൽ വേണോ അത്ര അളവിൽ ക്രീം തേക്കുക. ഇവിടെ നനഞ്ഞിരിക്കുന്നത് കാണുന്നില്ല, അത് ഷുഗർ സിറപ്പ് തേച്ചതാണ്. അപ്പം നമ്മൾ ക്രീം വെച്ചിട്ട് ഒരു ലെയർ മറ്റേ ലെയറിൻ്റെ മണ്ടയ്ക്ക് വെച്ച് നല്ല പോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് മണ്ടയിലൊക്കെ ക്രീം തേച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വളരെ എളുപ്പം വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് നല്ല കലാപരമായിട്ട് ഡിസൈൻ ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കേക്കിനെ മാക്സിമം നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് ബർത്ത്ഡേ ഫംഗ്ഷൻസും വെഡിങ് ആനിവേഴ്സറി അങ്ങനെയുള്ള എല്ലാ ഫംഗ്ഷൻസിനും നമുക്ക് ഈ ഒരു കേക്ക് മാത്രം മതിയാവും, ചിലവും ഇല്ല. അതുപോലെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സെയിം ടേസ്റ്റിൽ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പം ഞാനിത് ആ 2 ലെയറും കൂടെ ഒന്ന് യോജിപ്പിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ മണ്ടയ്ക്ക് ക്രീമോട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ബർത്ത്ഡേയുടെ ഫംഗ്ഷൻ സർപ്രൈസ് പാർട്ടി ആയിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും മേളിൽ കാർഡിലും ഒക്കെ ഇടാം. കാണാത്തവരുണ്ടെങ്കിൽ പോയി ഒന്ന് കണ്ടു നോക്കുക. ഒരച്ഛന് നമ്മൾ കൊടുത്ത ഒരു ഗിഫ്റ്റായിരുന്നു ഇത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ മേളിൽ കാർഡിലിടുന്നതായിരിക്കും. അതുപോലെ ഞങ്ങൾ ചെയ്യുന്ന മറ്റു റെസിപ്പീസ്, വ്ളോഗ്സ് അതെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ കാണാൻ പറ്റും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പുതിയ വീഡിയോസുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. കമൻസിൽ നിങ്ങളുടെ സജഷൻസ് എല്ലാം പറയണം. ഇപ്പം ഞാനിതൊരു ചൊക്കി ഇല്ലേ, നമ്മൾ മുട്ടായി, അത് വെച്ചിട്ടാണ് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തത്. നിങ്ങൾക്കത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് കാണുന്നവരെ ബൈ.